രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ കണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം നട്ട ചെടിക്കകത്ത് പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനേ. അപ്പോൾ രാവിലെ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കൂട്ടത്തിൽ ഇതേണ്ട് കീറാമിയുടെ അലമ്പൂടായപ്പോൾ അന്നത്തെ ദിവസം സെറ്റ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഈ 2 സൈഡിലൂടെ കോമ്പൗണ്ട് വാൾ കെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ കോമ്പൗണ്ട് വാൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള സിമൻറ്റും ബ്രിക്സൊക്കെ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ സിമൻറ്റ് ഓൾറെഡി കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ബ്രിക്സൊക്കെ കൊണ്ടുവരാൻ പോവാം. അപ്പോൾ ഈ 2 സൈഡിലൂടെ നമുക്ക് വാള് ചെയ്യാനുണ്ട്, കോമ്പൗണ്ട് വാൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് സമയത്ത് കിട്ടിയപ്പോൾ ഞാൻ ചെടി നടാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നപ്പോൾ ഇവൾ ഭയങ്കര അലമ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇവളെ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ മേളിൽ കൊണ്ട് നിർത്തി. പിന്നെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ അറിയത്തില്ല. പിന്നെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ വീണ്ടും ഇറക്കി. എന്നിട്ട് പിന്നെ ഞാൻ ഈ ചെടിയെല്ലാം ഇത്രയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ചട്ടിക്കകത്ത് വെച്ചു. ചട്ടിക്കകത്താകുമ്പോൾ ഇങ്ങനെ കട്ട പോലെ വളർന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമാണല്ലോ. ആ ടയറിനകത്ത് വളർന്നതിനകത്തു നിന്നാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് നട്ട് വെച്ചത്. ഇതിങ്ങനെ പടർന്ന് വളരുന്നൊരു ചെടിയായി ഈ കാക്കപ്പൂ എന്ന് പറയുന്നത്. പല കളറിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് പല കളറിലെ. ഇത് ഞാൻ വയലറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവളേക്ക് ഒരു ഗേറ്റിൻ്റെ മണ്ടയിലിട്ട്. പിന്നെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ഇറക്കിയതാണ്. അത് ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം കണ്ടോ വന്ന് കിടക്കുന്നത്. ഇനി അവിടുന്ന് എങ്ങനെ നീ എഴുന്നേക്കും? ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളോ ബ്രിക്സും കൊണ്ട് വന്ന വണ്ടിയാണേ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോമ്പൗണ്ട് വാൾ കെട്ടാൻ നേരത്തെ അളവൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് മമ്മി ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 2 ദിവസം മുന്നേ അളവും എല്ലാം എടുത്ത് പണിയാൻ ഇരിക്കുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മമ്മിക്ക് വയ്യാതാവുന്നത്. പിന്നെ ഹോസ്പിറ്റലിലും പിന്നെ മമ്മിയുടെ മരണമെല്ലാം ആയിട്ട് നമ്മൾ ഈ ഒരു വിഷയമേ വിട്ടു. അതിനൊന്നുള്ള മാനസികാവസ്ഥയല്ലായിരുന്നല്ലോ. ഇത് പിന്നെ ഞാൻ ജോലിക്ക് കയറിയ സമയമായിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ജോലിക്ക് കയറും. പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയിലായപ്പം നല്ല മഴ വന്നപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ മഴ വന്നപ്പം ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഓർത്തു ചപ്പാത്തി ഇരിപ്പുണ്ടല്ലോ, ഒരു മുട്ടയും കൂടെ പൊരിച്ച് കഴിച്ചാലോ എന്ന്. അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് ഇങ്ങനെ അങ്ങ് ഒതുക്കി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.